ശ്രീ ജി സുധാകരൻ ഇന്ന് ഉയർത്തിവിട്ടത് പല ഘട്ടങ്ങളിൽ പല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞത് ഈ പാർട്ടി അപജയത്തിലാണ്, ഇനി ഈ പാർട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇല്ലാതെയായി പോകും എന്ന് പറയുന്ന അവസ്ഥയുണ്ടായത് എന്തിനാ? എന്തുകൊണ്ടാണ് ബി ഹസ്കർ മറിച്ചൊരു നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് മറ്റ് മുകുന്ദൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എത്രയോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി ഐയുടെ നേതാക്കന്മാരും ഇന്ന് ആ ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നത്? കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നും ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു കേരളത്തിൽ. കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളപ്പോഴെല്ലാം കോൺഗ്രസും സി പി എം തമ്മിലുണ്ടായിരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള വിയോജിപ്പുകളായിരുന്നു. അത് നമ്മളൊക്കെ ഘാട്ട് കരാറിനെ സംബന്ധിച്ചും ആസിയാൻ കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ തമ്മിൽ പരസ്പരം പോരടിച്ചിട്ടുണ്ട്, പരസ്പരം മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട്, കവലകളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയം, അത് സി പി എം അല്ല, ഇടത് രാഷ്ട്രീയമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ന് മാറിയിരിക്കുന്നു, ലെഫ്റ്റ് എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു. ഇന്ന് ഇടതുപക്ഷം കോൺഗ്രസ് ആണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം ഇന്ന് തീവ്ര വലതുപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത ഉപയോഗിച്ചും കുത്തകവൽക്കരണം ഉപയോഗിച്ചും കൺസൾട്ടൻസി ഉപയോഗിച്ചുകൊണ്ടും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും വർഗീയതയും ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയില്ല. ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് സി പി എമ്മിനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത ആൾക്കാരുടെ മുന്നിൽ പോകുന്നവരും ഇനി വരാനുള്ളവരുടെയും നേതാവായി ജി സുധാകരൻ മാറുന്നു എന്നുള്ളതാണ് പാൻ കേരള എഫക്റ്റ്. ഇത്രയും നാളും ഇനി ഇത് ഇടതുപക്ഷമല്ല, ഈ വർഗീയ പാർട്ടിയോടൊപ്പം ഈ കുത്തകളുടെയും കൺസൾട്ടൻസികളുടെയും ഭരണത്തോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷ ചിന്തകരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, ഇതുവരെ വന്നവരും ഇനി വരാനിരിക്കുന്നവർക്കും നേതൃത്വം കൊടുക്കാൻ പോകുന്ന ആളാണ്